അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് കല്ലമാങ്ങ തന്നിട്ടുണ്ട്. ഈ കല്ലമാങ്ങ വെച്ചിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഈ മാങ്ങയ്ക്ക് കല്ലമാങ്ങ എന്നാ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത് നമുക്ക് പീൽ ചെയ്തെടുക്കണം. ഇപ്പൊ ഇതില് 9 മാങ്ങ ഉണ്ട്. നമുക്ക് ഈ 9 എണ്ണവും നമുക്ക് കറി വെക്കാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ അതിൽ കുറെ കേടുണ്ടാവും, താഴെ വീണതൊക്കെയാണ്. അപ്പൊ നമുക്ക് കേടുള്ളതൊക്കെ മാറ്റിയിട്ട് എത്ര എണ്ണം കിട്ടും എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പൊ നന്നാക്കി വന്നപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് 6 മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം. നമുക്കൊരു ചട്ടിയിൽ മാങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ 2 പച്ചമുളകും, പിന്നെ നമ്മൾക്ക് മോര് ഉപയോഗിച്ചിട്ടുള്ള കറികൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം തന്നെയാണ് കറിവേപ്പിൻ്റെ ഇല. അപ്പൊ അതും ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. നന്നായി വേവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഉടഞ്ഞു പോകരുത് കേട്ടോ. നമുക്ക് മാങ്ങ ഉടയാത്ത രീതിയിൽ തന്നെ കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ചട്ടിയിലാവുമ്പോൾ വേഗം മാങ്ങ അടി പിടിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായി ഒന്ന് ആ ഒരു കുരുമുളകിൻ്റെ ഒക്കെ ഒരു പച്ചച്ചോയൊക്കെ മാറി എരിവും ഉപ്പൊക്കെ ആ മാങ്ങയിലൊന്ന് പിടിച്ചാൽ മതി. അപ്പം അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പിലേക്ക് വേണ്ട നാളികേരം നമുക്ക് ഉടച്ചെടുക്കാം. ഒക്കെ ഞാൻ ഗ്ലാസ്സിൽ വീഴും എന്നുള്ള പ്രതീക്ഷയോട് കൂടി വെട്ടിയതാണ്. വെട്ടൊക്കെ ഗംഭീരായി, പക്ഷെ വെള്ളം പകുതി പുറത്താണ് പോയത്. സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും, ഇത് വലിച്ചങ്ങ് കുടിക്കും. അതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നാളികേരം ചിരകിയെടുക്കാം. അപ്പം ഞാൻ മുഴുവനെയും ചിരകി, ഇത് മുഴുവൻ വേണ്ട. അപ്പം നമുക്ക് ഇതിന്നൊരു 3 പിടി എടുത്തിട്ട് അരയ്ക്കാം. അപ്പം അരപ്പിലേക്ക് നാളികേരം മാത്രം പോരാ, നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇതാ ഞാൻ നന്നായി അരച്ചു കേട്ടോ. അരച്ചിട്ട് ഇതേപോലെ ആവണം, അതിൽ വല്ലാണ്ട് തരിയൊന്നും പാടില്ല. അങ്ങനെ നന്നായി അരച്ചെടുത്ത ആ അരപ്പ് നമുക്ക് വെന്തിരിക്കണം മാങ്ങയിലേക്ക് അങ്ങ് ഒഴിക്കാം. അപ്പൊ ഇതിലെ മെയിൻ താരം മാങ്ങയാണെങ്കിലും സബ് താരമാണ് ആര്, നമ്മളുടെ തൈര്. അപ്പൊ തൈരിനെ ഒന്ന് കടഞ്ഞെടുത്തിട്ട് നമ്മൾക്ക് അത് ഇതിലേക്ക് ഒഴിക്കാം. കടയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അത് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് തിളയ്ക്കാൻ വിട്ടുകൊടുക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കൂട്ടാൻ ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെയാവും. അപ്പോൾ ഉപ്പൊക്കെ നോക്കണം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ ഉപ്പിട്ടു. പിന്നെ ചിലർക്ക് ഇതിൽ മധുരം ഇടുന്നത് ഇഷ്ടമാണ്, ഞാൻ ഇടണില്ല. എന്താ വെച്ചാൽ നമുക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ മധുരം ഇടണില്ല. പക്ഷെ മധുരം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ ആ ഒരു മധുരത്തിൻ്റെ എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആവും മാമ്പഴ പുളിശ്ശേരി. ഞങ്ങളുടെ ഇവിടെ മാങ്ങാക്കാളൻ എന്നും പറയും കേട്ടോ. അതാണ് എൻ്റെ വായയിൽ മാങ്ങാക്കാളൻ എന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം ആയിട്ടോ. അപ്പം നമുക്കിനി ഇതിനെ ഇറക്കി വെക്കാം. എന്നിട്ട് കടുക് താളിച്ചിടാം. മോര് വെച്ചിട്ടുള്ള കറികളിൽ കൂടുതലും നമ്മൾക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണത് അതിൻ്റെ കടുക് താളിക്കലാണ്. അതൊരു എന്തെന്നാ പറയുക, ആ ഒരു മണം വന്നാലാണ് ആ കറികൾക്ക് ടേസ്റ്റ് ഉള്ളൂ. അപ്പം നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് താളിച്ചിടാം. കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് കുറച്ച് കൂട്ടാൻ ഒഴിച്ച് ഒന്ന്
തിരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു ബാക്കിയുള്ള കടുകോ അല്ലെങ്കിൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അതൊരു പ്രത്യേക മണം വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം ഇളക്കരുത്. ഇനി നമ്മൾ എടുക്കുമ്പോൾ മാത്രം ഇളക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.